പക്ഷെ ഇതിനു മുന്നേ ഒരിക്കലും അവനെത്ര ഡൗൺ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല ശ്രുതി. നീ കണ്ടിട്ടില്ലായിരിക്കാം, പക്ഷെ ഇതിലും മോശം അവസ്ഥയിൽ ഒരു തവണ അവൻ എൻ്റെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. കുറെ നേരമായിട്ടും അവൻ പോകണ്ടായപ്പോൾ ഞാനൊന്ന് പോയി കണ്ടു. ഒരുമാതിരി സിനിമയിലൊക്കെ കാണുന്ന പോലെ താടി മുടി വളർത്തി, മൂക്കറ്റം കള്ളും കുടിച്ച്, ഒരു മുഷിഞ്ഞ ഡ്രസ്സും ഇട്ട്. എന്താ ഇപ്പൊ പറയാ? നിന്നെ നേരിട്ടാടാൻ ധൈര്യം ഇല്ലാത്തോണ്ടാ നിന്നെ കാണാനും സംസാരിക്കാനൊക്കെ ശ്രമിക്കാത്തതെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് എണ്ണിപ്പറക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നീ എന്താ ഇത് നിന്നോട് പറയാണ്ടിരുന്നേ? ഞാൻ മനഃപൂർവ്വം പറയുന്നതാ. നീ ഇപ്പൊ ഒരുവിധം ഓക്കെ ആയിട്ട് കല്യാണത്തിന് സമ്മതിച്ചിട്ടുള്ളൂ, പിന്നെ ഞാനെന്തിനാ നിന്നെ അത് പറഞ്ഞ് വിഷമിപ്പിക്കുന്നു? അതുമാത്രല്ല, മുഖത്ത് തുപ്പിയവന്റെ വിഷമം വന്ന് പറയാനും എനിക്ക് തോന്നിയില്ല. ഇതാദ്യമായിട്ടൊന്നുമല്ലല്ലോ അവൻ നിന്നെ ഇൻസൾട്ട് ചെയ്യുന്നേ. അപ്പോഴൊക്കെ വക്കാലത്ത് പറഞ്ഞ് ഞാൻ വന്നിട്ടില്ലേ? ഇതൊന്നും ഒട്ടും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇത് ഇവിടം കൊണ്ട് തീരുന്നെങ്കിൽ തീരട്ടെ എന്നങ്ങ് ഞാൻ വിചാരിച്ചു. പിന്നെ മനുഷ്യർക്ക് അവസരങ്ങൾ കൂടുതൽ കിട്ടും തോറും അത് തെറ്റിക്കാനുള്ള ടെൻഡൻസി കൂടും.